ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയ ഒരു റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ മന്തി. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കുഴിയിലല്ല കേട്ടോ, കുക്കറിലാണ്. വളരെ 10 മിനിറ്റിൽ ആർക്കും തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല. നമ്മൾ ബിരിയാണിക്ക് കുറെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് പോലെ അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാല് ആർക്കും തന്നെ നഷ്ടമാവില്ല കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ ഞാന് ഗാർലിക് മയോണൈസിന്റെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയ നമ്മള് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതുപോലെ തന്നെ ഗാർലിക് മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഇതില് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതാ ഞാനിപ്പോ മന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കിറ്റായിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. കപ്സ കിറ്റ് എന്നുള്ള പേരിലാണ് ഇത് കിട്ടുക. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മന്തിയും കപ്സയും ഉണ്ടാക്കാം കേട്ടോ. ഇതിന്റെ അകത്ത് മന്തിക്കും കപ്സയ്ക്കും വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവും. ടൊമാറ്റോ സോസ്, സൺഫ്ലവർ ഓയിൽ, മന്തി മസാല, കുരുമുളക്, ഉണക്കനാരങ്ങ, മാഗി ക്യൂബ്, അങ്ങനെ മന്തിക്കൊക്കെ വേണ്ട എല്ലാതും ഇത് ഉണ്ടാവും. ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാതും ലൂസായിട്ട് വാങ്ങിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇതിന്റെ അകത്തുള്ളത് നീളമുള്ള ബസുമതി റൈസ് ആണ് കേട്ടോ. ബസുമതി റൈസ് നിങ്ങളുടെ ചോയ്സിൽ വാങ്ങിക്കാം. നീളമുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 1 കിലോ റൈസ് ആണ് കേട്ടോ ഈ കിറ്റിന്റെ അകത്ത് ഉണ്ടാവുക. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കണം. ഞാനിപ്പോ ഒരു പാനിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. വെള്ളം വാർത്തെടുക്കുന്ന മെത്തേഡാണ് കേട്ടോ ഞാനിപ്പോ റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം വറ്റിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുക്ക് ചെയ്യാം. വെള്ളം വാർത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രയാണോ റൈസ് അതിന്റെ 4 ഇരട്ടി വെള്ളം എടുക്കണം. പിന്നെ വറ്റിച്ചു വെക്കുകയാണെങ്കിൽ 2 ഇരട്ടി വെള്ളം മാത്രം മതി കേട്ടോ. ഇതിലേക്ക് ഇപ്പൊ ഞാന് പട്ട, 2-3 ഏലക്ക, പിന്നെ ഈ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ചു വരാൻ തുടങ്ങുമ്പോൾ അരി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഈ അരിയെ ഞാനിപ്പോ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതി. ഇപ്പൊ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് ഇതിലൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ ഞാൻ ആ കിറ്റിന്റെ അകത്ത് തന്നെ ഉള്ള ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് വേണം. ഈ ടൊമാറ്റോ സോസും അതിന്റെ അകത്ത് തന്നെ ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഉണക്കനാരങ്ങ വേണം. ഇതും ആ കിറ്റിന്റെ അകത്ത് തന്നെ ഉള്ളത് തന്നെയാണ്. ഇതിങ്ങനെ ലൂസായിട്ട് വാങ്ങാനായിട്ട് കിട്ടൽ കുറച്ച് പണിയാണ്. ഇനി ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പച്ചനാരങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പച്ചനാരങ്ങ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു നാരങ്ങയുടെ മുറി മാത്രം മതി. പിന്നെ ഞാൻ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാഗി ക്യൂബൊക്കെ നമുക്ക് കടയിൽ നിന്ന് ലൂസായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മന്തിയുടെ മസാലയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് മന്തിക്കും കപ്സയ്ക്കും ഒക്കെ ഒരേ മസാലയാണ് കേട്ടോ യൂസ് ചെയ്യുക. ഇത് ഈ കിറ്റിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്. ലൂസായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അറേബ്യൻ സ്പൈസ് മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് മസാലപ്പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണ് കേട്ടോ വാങ്ങിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചിക്കൻ ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഇതില് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങാനീരും ഒക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മുന്നേ മസാല തേച്ചു വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ചിക്കനെ മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലത്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. 5 കിലോന്റെ കുക്കർ ആണെങ്കിൽ 3/4 കിലോ റൈസ് മാത്രമേ ഇതിൽ കൊള്ളുള്ളൂ കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കളറിന് വേണ്ടി ചെയ്യണതാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്.
ഇനി ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാണ്ട് മന്തിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് അതിന്റെ കനലെടുക്കുക. ഈ കനല് ചൂടോട് കൂടെ തന്നെ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ഇതിന്റെ പകരം നിങ്ങൾക്ക് ചാർക്കോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ചാർക്കോൾ ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയതിനു ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാൻ. എന്നിട്ട് ഇതുപോലെ നമ്മുടെ റൈസിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതാണെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പുക വരുന്നത് കാണാം. ഇത് വരുമ്പോ കുക്കർ അടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കണം കേട്ടോ. പിന്നെ ഒരു വിസിലോണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വേവും. അതുകൊണ്ട് കൂടുതലായിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് നിന്നാൽ ചിക്കൻ ഉടഞ്ഞു പോവും മാത്രമല്ല റൈസൊക്കെ അടിയിൽ പിടിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഒരു വിസിൽ അടിച്ചാൽ തന്നെ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടതാണ്. ഒരു വിസിൽ കഴിഞ്ഞിട്ട് ആവി നല്ലപോലെ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ചിരട്ടക്കരി ഇല്ലേ, അത് ഫുഡിലേക്കൊന്നും വീഴാതെ പതുക്കെ എടുത്തു മാറ്റണം. ഇനിയിപ്പോ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇപ്പോ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് സെർവ് ചെയ്യണ ഗാർലിക് മയോണൈസിന്റെ റെസിപ്പി കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ മയോണൈസ് ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. ഇതിലിപ്പോ ഒരു 1/4 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. ഈ മുട്ടയും നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിന്റെ വെള്ളയും മഞ്ഞയും ഒന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പല വീഡിയോസിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ യാതൊരു ആവശ്യവുമില്ല. മുട്ടയെ മുഴുവനോടെ തന്നെ ഇതിന്റെ അകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഇതിപ്പോ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 6 എണ്ണം എടുക്കണം കേട്ടോ. അതും കൂടെ ഞാൻ ഈ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 3 മിനിറ്റോളം മിക്സി നിർത്താതെ നന്നായിട്ട് അടിച്ചോണ്ടിരിക്കുക. മിക്സി ചെറുതായിട്ട് ചൂടാവും, എന്നാലും കുഴപ്പമില്ല, നിർത്താതെ അടിച്ചോണ്ട് അങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പതാ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനെ ഇപ്പതാ നമ്മുടെ വളരെ ടേസ്റ്റിയും സ്പെഷ്യലുമായ ചിക്കൻ മന്തിയും ഗാർലിക് മയോണൈസും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. വെറുതെ പറയല്ല, ആർക്കും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നഷ്ടമാവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.